മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം കെപിസിസിയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ആചരിക്കുകയാണ്. ചരമവാർഷിക ചടങ്ങുകളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. നിതിൻ അംബുജൻ പുതുപ്പള്ളിയിൽ നിന്ന്. നിതിൻ, ഇന്നിപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വിശദാംശം. അനുജ, ഏതാണ്ട് 10 മണിക്ക് തന്നെ രാഹുൽ ഗാന്ധി ഞാനിപ്പോൾ നിൽക്കുന്ന പുതുപ്പള്ളി പള്ളിയിലെത്തും. ഇപ്പോൾ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ ദൃശ്യങ്ങളാണ്. ഈ പുതുപ്പള്ളി പള്ളിക്ക് പരിസരത്ത് ഈ ഒരു വേദിയിലേക്ക് ആളുകൾ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5000-ഓളം പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പടുകൂറ്റൻ പന്തലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഉമ്മൻചാണ്ടിയെ ഓർത്ത്, എല്ലാ ദിവസവും പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെ ഓർക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ ഇന്ന് അതിവിപുലമായ ഒരു അനുസ്മരണ പരിപാടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാവിലെ 10 മണിക്ക് എത്തും. അതിനുശേഷം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നിൽക്കുന്ന 12 വീടുകളുടെ താക്കോൽദാന കൈമാറ്റമാകും ഇവിടെ വെച്ച് നടത്തുക. അതോടൊപ്പം തന്നെ ശ്രവണ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ഒരു പദ്ധതിയായിട്ടുള്ള ശ്രുതി തരംഗം പദ്ധതിയുടെ ഉദ്ഘാടനവും രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്തും. അങ്ങനെ നിരവധി പരിപാടികൾ ഇവിടെ. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി അനുസ്മരിക്കാനായി ഉമ്മൻചാണ്ടി ഇവിടെ വാങ്ങിയിട്ട് 2 വർഷമായി. അപ്പോൾ ഇങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുടരുമെന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഓരോ അനുസ്മരണ സമ്മേളനങ്ങളിലും ആളുകൾ ഇപ്പം ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ ചിത്രം വെക്കാറുണ്ട്, അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. പക്ഷേ ഇതിലേറ്റവും ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേകത, ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാനും കൂടെ തോന്നുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മരുതോങ്കര പശുക്കടവിൽ ഒരു ട്രസ്റ്റിൻ്റെ സാറിൻ്റെ പേരിൽ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. സാധാരണ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഒരു ഓഫീസ്, ഫർണിച്ചർ, അതൊക്കെ. പക്ഷെ അവിടെ നാടൻ മുറിച്ചകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ആംബുലൻസിൻ്റെ പ്രവർത്തനം അവർ നടത്തിക്കഴിഞ്ഞു. അവിടെ ഫ്രീസറിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കലാണ് ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കാനുള്ള ഏറ്റവും നല്ലതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമെന്ന് ആളുകൾക്ക് അനുഭവപ്പെടുക. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇപ്പോൾ MLA പുതുപ്പള്ളി അതൊക്കെ മാറ്റി നിർത്താം. മകൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ ഒരു മകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം 12 വീട് ഇന്ന് കൈമാറുക. KPCC ഇപ്പോൾ ഇങ്ങനെ വലിയൊരു അനുസ്മരണ സമ്മേളനം ഓർഗനൈസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ വരുന്നു. അതിൽ നിർത്തുകയല്ല, KPCCക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണം ആയതുകൊണ്ട് അതിൽ മാത്രം നിർത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മനുഷ്യരെ അവർക്ക് അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നത് ഉമ്മൻചാണ്ടി തുടരും. അദ്ദേഹത്തിൻ്റെ കൊളുത്തി വെച്ച വിളക്ക് അത് അണയുന്നില്ല, അതിൻ്റെ പ്രകാശം അണയുന്നില്ല. അദ്ദേഹം തുടങ്ങിവെച്ച നിരവധി പദ്ധതികളുടെല്ലാം അതിൻ്റെ എല്ലാം തന്നെ പൂർത്തീകരണം നടപ്പാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ 12 വീടിൻ്റെ താക്കോൽദാന കൈമാറ്റമാണ്. അതിനുശേഷം ഈ പദ്ധതി തുടർന്ന് പിന്നീട് 30 അതിലപ്പുറമുള്ള വീടുകളിലെല്ലാം തന്നെ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ KPC അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പേർ ഇപ്പോൾ ഈ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിൻ്റെ ഈ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാനായി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ പാടിയാണ് ഇന്നിപ്പോൾ പുതുപ്പള്ളി പള്ളി പരിസരത്ത് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി 10 മണിക്ക് എത്തും. അതിനുശേഷം കല്ലറയിൽ പോയി പുഷ്പാർച്ചന നടത്തി പിന്നീട് ഈ സമ്മേളന വേദിയിലെത്തും. ഇവിടെ വെച്ചാകും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 12 വീടുകളുടെ താക്കോൽദാന കൈമാറ്റം. അതോടൊപ്പം തന്നെ ശ്രുതി തരംഗം എന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നിർവഹിക്കും. അങ്ങനെ സംസ്ഥാനത്തുടനീളം അതിവിപുലമായ പരിപാടികളാണ് ഇപ്പോൾ ഈ ഒരു 2ാം അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഓരോരുത്തരും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ തലമുറയിലെ നേതാക്കൾക്കൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും പാവങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പൊതുജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. 2 വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്കുള്ള സ്ഥാനം അത് ഇപ്പോഴും UDF-ന് നികത്താൻ പറ്റാത്ത ഒരു കാര്യമായി തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെയുള്ള സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിപുലമായ പരിപാടികൾ നടക്കുകയാണ്. അതിൽ പുതുപ്പള്ളിയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നിതിൻ അംബുജൻ തത്സമയം നൽകിയത്. 12 വീടുകളുടെ താക്കോൽദാനം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ഉമ്മൻചാണ്ടിയുടെ തന്നെ പദ്ധതിയായ ശ്രുതി തരംഗത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം.